നമസ്കാരം. വിളക്കുമരം എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈയിടെ റിട്ടയർമെൻറ്റിന് ശേഷം ഏകദേശം 15 വർഷത്തോളമായി വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുന്ന ഒരു സാറുമായി സംസാരിക്കാനിടയായി. സാറ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് ചോദിച്ചു, സിസി, കുറേ ആളുകൾ എന്തുകൊണ്ടാണ് 70 വയസ്സാകുമ്പോൾ ഈ ലോകത്ത് നിന്ന് പോകുന്നത്? ചിലർ 80, 90, 100 വയസ്സ് വരെയൊക്കെ ഈ ലോകത്തിൽ ജീവിക്കാറുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, സാർ, അത് ഹെറിഡിറ്ററി ആയിരിക്കും, പാരമ്പര്യമായിട്ട് ഇത്ര വർഷം വരെ ജീവിക്കുന്നവരുണ്ടാവാം, പിന്നെ അസുഖങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെയും കൂടെ ആശ്രയിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒക്കെ ശരിയാണ്. പക്ഷേ സാറ് പറഞ്ഞു, ലക്ഷ്യങ്ങളുണ്ടായാൽ എത്ര നാൾ വരെ നാം ജീവിച്ചിരിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ ഏകദേശം അതിൻ്റെ അടുത്ത് വരെ നമുക്ക് ജീവിച്ചു പോകാൻ സാധിക്കും. ഞാൻ ചോദിച്ചു, സാർ ഒന്നുകൂടെ ഒന്ന് വിശദമാക്കിയാലോ, എന്തോ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ? അപ്പോൾ സാറ് പറഞ്ഞു, സാറിൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ തന്നെ വിശ്രമ ജീവിതം നയിക്കുന്നയാളാണ്. അദ്ദേഹം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിരുന്നു കൊച്ചുമോൻ്റെ കല്യാണം ഒന്ന് നാട്ടിൽ വന്ന് വളരെ ആർഭാടപൂർവ്വം ഒന്ന് നടത്തി അതിൽ പങ്കെടുത്ത് അത് കണ്ടതിന് ശേഷം മാത്രമേ എനിക്ക് മരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് എപ്പോഴും പറയുമായിരുന്നു അത്രേ. അതുപോലെ തന്നെ അമേരിക്കയിലായിരുന്ന കൊച്ചുമോൻ സാറിൻ്റെ ഫ്രണ്ടിൻ്റെ ആഗ്രഹം പരിഗണിച്ച് നാട്ടിലെത്തി. വളരെ ആർഭാടപൂർവം തൃപ്തികരമായി സാറേറെ സന്തോഷവാനായി കാണപ്പെട്ട ഒരു കല്യാണത്തിന് ശേഷം 1 മാസത്തിനുള്ളിൽ ഈ ലോകത്തിൽ നിന്ന് വിട പറയുകയുണ്ടായി. സാർ തുടർന്നു, ലക്ഷ്യങ്ങളില്ലാതെയായാൽ ഇനി ജീവിച്ചിട്ട് എന്ത് കാര്യം എന്ന് തോന്നിത്തുടങ്ങിയാൽ തീർച്ചയായും നമ്മുടെ ഓർമ്മ, ബുദ്ധി, മനസ്സ്, ഹൃദയം എല്ലാ ആന്തരിക അവയവങ്ങളും പതിയെ നിൽക്കാൻ തുടങ്ങും, പ്രവർത്തനം കുറയാൻ തുടങ്ങും. ലക്ഷ്യങ്ങളാണല്ലോ മനുഷ്യരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം വീണ്ടും തുടർന്നു, മനസ്സ് ആഗ്രഹങ്ങളിൽ മുങ്ങി നിൽക്കുമ്പോൾ, സ്വപ്നങ്ങൾ പ്രായമായാലും കാണാൻ തുടങ്ങുമ്പോൾ, മറ്റുള്ളവരുമായി കണക്ഷൻസ് നിലനിർത്തി മുന്നോട്ട് പോകുമ്പോൾ, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കുകയാണല്ലോ എന്ന് കരുതാതെ അവരെ വിളിക്കുകയും പറയുകയും നമ്മുടെ ആവശ്യങ്ങൾ അവിടെ പറഞ്ഞ് ആഗ്രഹങ്ങളൊക്കെ നേടുകയും ഒക്കെ ചെയ്ത് കുറച്ച് ആക്റ്റീവായിട്ടിരുന്നാൽ എത്ര പ്രായമായാലും മറ്റുള്ളവർക്ക് നമ്മളെക്കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ട് എന്ന് നമുക്ക് തന്നെ ഒരു തോന്നലുണ്ടായാൽ അത് മതി നമ്മളെ ആരോഗ്യത്തോടെ സംതൃപ്തിയോടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഘടകം. അതേസമയം പ്രിയപ്പെട്ടവരിൽ നിന്നോ കൂട്ടുകാരിൽ നിന്നോ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ നമ്മളെ ഇനി ആവശ്യമില്ല എന്ന രീതിയിലുള്ള സംസാരവും പെരുമാറ്റവും എന്ന് അഭിമുഖീകരിക്കുന്നുവോ അന്ന് ഇയാളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആ ഒരു എനർജി പതുക്കെ നശിച്ചു തുടങ്ങും. ഒരു ബുക്ക് എഴുതി തീർക്കാനുണ്ട്, ചില കാര്യങ്ങൾ കൂടെ തീരുമാനം ആകാനുണ്ട്, ചില ആളുകളെ കൂടെ കണ്ട് ഇന്ന കാര്യങ്ങൾ തീരുമാനമാക്കാനുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഓരോരുത്തരെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എന്തിനാണ് എഴുന്നേൽക്കുന്നത്, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ എന്ന തോന്നലാണ് മനുഷ്യരെ ദുഃഖത്തിലേക്കും നിരാശയിലേക്കും എല്ലാ സുഖസൗകര്യങ്ങളുടെ ഇടയിലും കൊണ്ടുപോകുന്നത്. പ്രിയപ്പെട്ടവരെ, എനിക്ക് സംസാരിക്കാനുള്ളത് പ്രായമായവരോടാണ്. നിങ്ങളേറെ കാലം ഈ ലോകത്തിൽ ജീവിച്ച് ഏറെ നന്മകൾ ചെയ്തിട്ട് അവസാനം ഒന്നുമില്ലാതായി എന്നുള്ള തോന്നൽ എന്ന് വരുന്നോ അന്ന് നിങ്ങളുടെ തന്നെ നിങ്ങളോടുള്ള വില നഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കും. മരിക്കുന്നിടം വരെ ഉത്സാഹമുള്ളവരാവുക, പറ്റുന്നിടത്തോളം കാര്യങ്ങൾ ചെയ്യുക. ചെറിയ ലക്ഷ്യങ്ങൾ, അത് പെർഫെക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല,
ചെയ്യുന്നതിൽ ഏർപ്പെടുക. അതൊരു അയൽപക്ക ബന്ധമാകാം, കുറേ ചെടികൾ പരിപാലിക്കുന്നതാകാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വളർത്തുമൃഗമോ പക്ഷിയോ പരിപാലിക്കുന്നതാകാം, എന്തും ആയിക്കൊള്ളട്ടെ. അതിലേക്ക് പൂർണ്ണ ശ്രദ്ധയും താല്പര്യവും വയ്ക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതം നയിക്കാൻ ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും പ്രചോദകമാകുന്ന ഒരു സെഷനായി ഇത് മാറട്ടെ. ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്താനും ശ്രദ്ധിക്കുമല്ലോ. നന്ദി.